Hello friends, welcome to PC Gamer. ഇന്ന് നമ്മൾ എങ്ങനെ നമുക്ക് ഓഡിയോ സെപ്പറേറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യാം. ഒരു മിനിറ്റ്. ഓക്കെ, എങ്ങനെ നമുക്ക് ഓഡിയോ സെപ്പറേറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യാം. അതുപോലെ തന്നെ എങ്ങനെ ഇത് നമ്മുടെ ലിപ്സുമായിട്ട് അതായത് ലിപ്സിങ്ക് ചെയ്യാം എന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ അതിന് എങ്ങനെ ഇത് ചെയ്യാം എന്നാണ് ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഈ സംസാരം തന്നെയായിരിക്കും ഞാൻ ഓഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഓഡിയോ സെപ്പറേറ്റ് ആയിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. ക്യാമറയിലും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ക്യാമറയിൽ നമ്മൾ വീഡിയോയും റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഓഡിയോയും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോൾ ക്യാമറയിലെ ഓഡിയോ നമ്മൾ ഓൺ ചെയ്തിടണം. നോർമലി ഓട്ടോമാറ്റിക്കായിട്ട് ഓണായിട്ടാണ് കിടക്കുന്നത്. ചില സമയത്ത് നമ്മളത് ഓഫ് ചെയ്യാറുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും സിനിമാറ്റിക് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ ക്യാമറയിലെ ഓഡിയോ ഓഫ് ചെയ്യാറുണ്ട്. പക്ഷേ ഇങ്ങനെ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് ഓഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ക്യാമറയിലെ ഓഡിയോ നമ്മൾ ഓൺ ചെയ്തിടേണ്ട ആവശ്യമുണ്ട്. ഇത് ഏതൊക്കെ സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യാം എന്നുള്ളത് ആദ്യം ഞാൻ പറയാം. നിങ്ങൾക്കിത് ഇപ്പം ഇതുപോലെ ഇരുന്നുകൊണ്ട് എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് ചെയ്യുന്നൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു സംസാരമുള്ളൊരു വീഡിയോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ നിങ്ങളിപ്പം വ്ളോഗിങ്, ഔട്ട്സൈഡ് വ്ളോഗിങ് ഒക്കെയാണ്, പല ഷോർട്ട് ക്ലിപ്സായിട്ടാണ് നിങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു സിസ്റ്റം. ഇത് പക്ഷേ വീട്ടിനകത്തോ അല്ലെങ്കിൽ സ്റ്റുഡിയോയ്ക്കകത്തോ ചെയ്യുന്ന കണ്ടിന്യൂസ് ഷൂട്ടിംഗ്, ഇപ്പോൾ നമ്മൾ സാറിന് പറയാനുള്ള എക്സാമ്പിൾ കുക്കിംഗ് ഒക്കെ ആണെങ്കിൽ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ഓഡിയോ ആണല്ലോ, ഓഡിയോയും വീഡിയോയും കണ്ടിന്യൂസ് ആണല്ലോ. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാം. നല്ല ഓഡിയോ ക്വാളിറ്റി കിട്ടും. ഇങ്ങനെ ചെയ്യുന്നതിന് മെയിൻ കാരണം നമുക്ക് ക്യാമറയിലാണെങ്കിലും മൊബൈലിലാണെങ്കിലും ഡയറക്റ്റ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഓഡിയോ ക്വാളിറ്റി കിട്ടത്തില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാനായിട്ട് വേണ്ട മെയിൻ കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് സംസാരിക്കാം. DSLR ക്യാമറ തന്നെ വേണമെന്നില്ല. ഇപ്പോൾ നിങ്ങൾ മൊബൈലിലാണ് റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ മൊബൈലിൻ്റെ ഓഡിയോ റെക്കോർഡ് ചെയ്യാനും കൂടെ ശ്രമിക്കുക. പിന്നെ വേണ്ടത് ഈ ഒരു സംഭവമാണ്. ഇതൊരു എക്സ്റ്റേണൽ മൈക്കാണ്. അപ്പോൾ ഈ മൈക്കിലേക്കാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാരും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ബോയയുടെ ഒരു മൈക്കാണ്. കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ബോയ അതിൻ്റെ മോഡൽ എന്താണെന്ന് എനിക്കറിയില്ല. 1000 രൂപയ്ക്ക് താഴെയുള്ളൊരു സാധനമാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എവിടെയെങ്കിലും സാധാരണ നമ്മൾ ഡയറക്റ്റ്ലി ക്യാമറയിലാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി സ്മാർട്ട് ബോർഡിലാണ് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പം ഇതൊരു സൂം H1 എന്ന് പറയുന്നൊരു റെക്കോർഡറാണ്. അപ്പം ഇതിൻ്റെ മുകളിലൊരു ഡെഡ് കാറ്റ് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഈ സാധനം ഇല്ലെങ്കിലും പ്രശ്നമില്ല. റെക്കോർഡറിന് ഏകദേശം 6000 രൂപ വരും. സീരിയസ് ആയിട്ട് യൂട്യൂബ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊരെണ്ണം വാങ്ങാൻ ശ്രമിക്കുക. സൂമിൻ്റെ റെക്കോർഡർ അല്ലാതെ തന്നെ വേറെയും റെക്കോർഡറുകൾ കിട്ടും. പക്ഷേ ഇത് നല്ല ക്വാളിറ്റി തരുന്നൊരു റെക്കോർഡറാണ് സൂം H1 എന്ന് പറയുന്നത്. ഇത് സൂമിൻ്റെ ഏറ്റവും കുറഞ്ഞൊരു റെക്കോർഡർ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ടൊരു കാർഡിലേക്കാണ്, ചെറിയ എന്താ പറയുക, നമ്മുടെ മൊബൈലിൻ്റെ സിം കാർഡും പോട്ടെ, മെമ്മറി കാർഡ് പോലത്തെ ഒരു കാർഡിലേക്കാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. സെപ്പറേറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നു. ക്യാമറയിൽ നമ്മൾ ക്യാമറയുടെ കാർഡിലായിട്ട് വേറെ ഓഡിയോയും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സെറ്റപ്പിന് വേണ്ടത്. അപ്പോൾ ക്യാമറ ഒരു സ്ഥലത്ത് നിങ്ങൾ സെറ്റ് ചെയ്യുക. അതുപോലെ ഒത്തിരി ദൂരത്ത് ക്യാമറ വെക്കാതെ സൂം ലെൻസ്, ഭയങ്കര വലിയ സൂം ലെൻസൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ക്യാമറയിൽ നമ്മുടെ ഓഡിയോ കിട്ടത്തില്ല. ഒരു അത്യാവശ്യം ഞാനിപ്പോൾ ഒരു 85mm ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ദൂരത്തിലൊക്കെ ഇത് ക്യാപ്ചർ ചെയ്യും, ക്യാമറ നമ്മുടെ ഓഡിയോ ക്യാപ്ചർ ചെയ്യും. അപ്പോൾ ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യുക, ഇതിലും സെയിം ടൈം ക്യാപ്ചർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഈ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇച്ചിരി ദൂരത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ആദ്യം ഞാൻ ജസ്റ്റ് ക്യാമറ എടുത്ത് വന്നൊരു ഹലോ എന്നൊരു 3-4 പ്രാവശ്യം പറയും. ഓക്കെ, അതിന് ശേഷമാണ് ഇത്രയും ദൂരമായിട്ട് ഇവിടെ വന്നിരുന്ന് ബാക്കി കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഇനി ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ റെക്കോർഡിംഗ് സോഫ്റ്റ്വെയറിലാണ്. അത് നിങ്ങൾക്ക് ഏത് റെക്കോർഡിംഗ് സോഫ്റ്റ്വെയറും ആകാം. നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നത് എനിക്കറിയില്ല. ഇതിനകത്ത് ഈ ഒരു ഫംഗ്ഷൻ കാണണം. അത്യാവശ്യം നല്ല വീഡിയോ റെക്കോർഡിംഗ് സോഫ്റ്റ്വെയർ ആണെങ്കിൽ. മൊബൈൽ റെക്കോർഡിംഗ് സോഫ്റ്റ്വെയറുകൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല, അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് അറിയത്തില്ല. പക്ഷേ നിങ്ങൾ നല്ല സീരിയസ് ആയിട്ട് യൂട്യൂബ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു നല്ല വീഡിയോ റെക്കോർഡിംഗ്, കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്ന വീഡിയോ റെക്കോർഡിംഗ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുക. ഞാൻ കാണിക്കുന്ന എക്സാമ്പിൾ പ്രീമിയർ പ്രോയ്ക്കകത്താണ്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമ്മൾ സെറ്റപ്പിൻ്റെ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ സെറ്റപ്പ് ചെയ്യണം. ഇതിപ്പോൾ നിങ്ങൾ ഇത് സൂം H1 തന്നെ റെക്കോർഡ് ചെയ്യണമെന്നില്ല. പക്ഷേ ഡയറക്റ്റ് ക്യാമറയ്ക്കുള്ളിൽ കൊടുക്കുന്നതിനെക്കാട്ടും ബെറ്റർ. ക്യാമറയിൽ വരുന്ന ഓഡിയോ വളരെ മോശം ഓഡിയോ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വീഡിയോ ക്വാളിറ്റി ഇച്ചിരി കുറഞ്ഞാലും നല്ല ഓഡിയോ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ നന്നായിട്ട് ക്യാച്ചപ്പ് ആവും. നമ്മൾ വേറൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, നിങ്ങൾ സംസാരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. വെറുതെ ഒരു മ്യൂസിക് ഇട്ട് വീഡിയോ ചെയ്യുന്നതിനെക്കാട്ടും ബെറ്റർ സംസാരിക്കുവാണെങ്കിൽ നിങ്ങളുടെ ചാനൽ കാണുന്ന ആൾക്കാരുമായിട്ടൊരു എന്ത് പറയുന്നത്, ഹ്യൂമൻ ടു ഹ്യൂമൻ ഒരു സംഭവം, അവർക്ക് നിങ്ങളുടെ സംസാരമൊക്കെ ഇഷ്ടപ്പെടുന്നു. അങ്ങനെയാണ് മിക്കവാറും ഒരു യൂട്യൂബ് ചാനൽ ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത് നോക്കാം, എങ്ങനെ നമുക്ക് നമ്മുടെ റെക്കോർഡിംഗ് സോഫ്റ്റ്വെയറിൽ ഇത് ചെയ്യാവുന്നത്. അപ്പം ഇതിൻ്റെ പകുതി ഭാഗം ഒരു സ്ക്രീൻ ക്യാപ്ചർ വെച്ചാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്.
ഞാൻ പറഞ്ഞു വന്ന കാര്യം സൂം H1 ഇല്ലെങ്കിൽ നിങ്ങൾ മൊബൈലിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് മൊബൈൽ ഓഡിയോ റെക്കോർഡർ ഉണ്ടെങ്കിൽ അതിനകത്ത് റെക്കോർഡ് ചെയ്യാം. ഇങ്ങനെ നമ്മളൊരു ചെറിയ ലാവ്ലിയർ മൈക്ക് കണക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി അത്യാവശ്യം റേഡിയസ് കഴിഞ്ഞുള്ള സംഭവം ഇത് വലുതായിട്ട് ക്യാപ്ചർ ചെയ്യത്തില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മളിപ്പോൾ ടി വിക്കകത്തൊക്കെ നോക്കിയാലും മിക്ക ആൾക്കാരുടെയും കഴുത്തിൽ ഈ ഒരു സാധനം ഇരിക്കുന്ന കാണാം. അവർ മിക്കവാറും വയർലെസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. നമുക്ക് കാശില്ലാത്ത ആൾക്കാരാണെങ്കിൽ വയർലെസ് വയേർഡ് യൂസ് ചെയ്യാം. കാശ് കുറച്ചും കൂടെ കൂടുതൽ മുടക്കാൻ 20,000 25,000 ഒക്കെ മുടക്കാൻ കഴിവുള്ള ആൾക്കാരാണെങ്കിൽ നമുക്കൊരു വയർലെസ് വാങ്ങിച്ച് ഫിറ്റ് ചെയ്യാം. ഈ വയറിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക്, ഈ വയറല്ല നമ്മുടെ ബൈക്കിൻ്റെ വയറിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് കുറയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് ബാക്കി പോർഷൻസ് നമ്മുടെ റെക്കോർഡിംഗ് സോഫ്റ്റ്വെയറിൽ നോക്കാം. ഹലോ ഫ്രണ്ട്സ്, നമ്മളുടെ ഫസ്റ്റ് പോർഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് പ്രീമിയർ പ്രോയ്ക്കകത്താണ് ആദ്യം നമ്മൾ ഓഡിയോ റെക്കോർഡ് ചെയ്തു. അതായത് സെപ്പറേറ്റായിട്ട് ഓഡിയോ റെക്കോർഡ് ചെയ്തു, വീഡിയോ നമ്മുടെ ക്യാമറയിൽ റെക്കോർഡ് ചെയ്തു. ഇനി ഞാനിപ്പം പ്രീമിയർ പ്രോ അല്ലെങ്കിൽ വേറെ ഏത് സോഫ്റ്റ്വെയർ ആണെങ്കിലും ജസ്റ്റ് നിങ്ങളുടെ മെയിൻ വീഡിയോ പോർഷൻ നമ്മൾ ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് ഇടുന്നു പ്രീമിയർ പ്രോയ്ക്കകത്തോട്ട്. അതിന് മുമ്പ് നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷനും മുതലായ കാര്യങ്ങൾ പ്രീസെറ്റായിട്ട് കാണുമായിരിക്കും. ഇപ്പോൾ എനിക്കാണെങ്കിൽ ഇപ്പോൾ ഒരു രാജീവ് വ്ലോഗ്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനുണ്ട് ഈ സംഭവം. ഓക്കെ, ഈ സംഭവമൊക്കെ ഇടുന്നതിന് മുമ്പ് വേണം ചെയ്യാനായിട്ട് നമ്മുടെ ടൈം ലൈനിലേക്ക് നമ്മളുടെ വീഡിയോ വലിച്ചിടുക. അതിനുശേഷം നമ്മൾ സെപ്പറേറ്റായിട്ട് റെക്കോർഡ് ചെയ്ത ഓഡിയോ അതിൻ്റെ താഴോട്ട് വലിച്ചിടുക. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ ഓഡിയോ വേവ്സ് കാണാം. പ്രീമിയർ പ്രോ ഇത് രണ്ടും കൂടെ കണ്ടുപിടിക്കുന്നത് നമ്മളുടെ വീഡിയോയിലും ഇതുപോലുള്ള വേവ്സ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതിവിടെ കാണത്തില്ല, പക്ഷേ പ്രീമിയർ പ്രോയ്ക്ക് ഈ സംഭവം കാണാം. വേണമെങ്കിൽ ജസ്റ്റ് കാണിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഞാനിപ്പോൾ ചെറിയ ഓഡിയോ ഗെയിൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വേവ്സ് കാണാൻ പറ്റും. നമ്മൾ ഓഡിയോ ഗെയിൻ കൊടുക്കേണ്ട കാര്യമില്ല, നമ്മൾ ഈ ഓഡിയോ യൂസ് ചെയ്യുന്നില്ല, ക്യാമറയിൽ റെക്കോർഡ് ചെയ്ത ഓഡിയോ. അപ്പോൾ ഇത് ക്യാമറയുടെ വീഡിയോയും മേളത്തെ ലൈന് താഴത്തെ ലൈന് ഓഡിയോയും ആണ്. ഞാനിപ്പോൾ എന്തായാലും പഴയ രീതിയിലൊന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു സിമ്പിൾ ഒരു ഡബിൾ ക്ലിക്ക്, 2 ക്ലിക്കുകൾ കഴിഞ്ഞാൽ നമ്മളുടെ ഓഡിയോയും വീഡിയോയും സെറ്റാവും. ഇപ്പം ഞാൻ പ്രീമിയർ പ്രോയുടെ എൻ്റെ ഓഡിയോ റെക്കോർഡിങ് സെപ്പറേറ്റ് ചെയ്ത് മ്യൂട്ട് ചെയ്തിട്ട് നമ്മുടെ ക്യാമറയുടെ നോക്കാം. നിങ്ങൾക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല, ചുണ്ടനങ്ങനെ മാത്രമേ കാണുന്നുള്ളൂ വിചാരിക്കുന്നു. ഇതൊക്കെ റെക്കോർഡിംഗ് സോഫ്റ്റ്വെയറിൽ, സ്ക്രീൻ സോഫ്റ്റ്വെയറിൽ ഇത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ഞാനിപ്പോൾ താഴത്തെ ഓഡിയോ സോഫ്റ്റ്വെയറിനും കൂടെ ഒന്ന് ഓൺ ചെയ്യാം ഓഡിയോ. ഓക്കെ, എങ്ങനെ നമുക്ക് ഓഡിയോ സെപ്പറേറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇത് രണ്ടും സിങ്ക് അല്ല, നമ്മുടെ ലിപ്സും ഓഡിയോ ആയിട്ട് സിങ്ക് അല്ല എന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ അതിന് എങ്ങനെ ഇത് ചെയ്യാം എന്നാണ് ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഈ സംസാരം തന്നെയായിരിക്കും ഞാൻ ഓഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടുമായിട്ട് ഒരു മാച്ചും ഇല്ല. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കതെങ്ങനെ സിങ്ക് ചെയ്യാം എന്നുള്ളതാണ്. അതിന് വേണ്ടി ജസ്റ്റ് ഇത് രണ്ടും കൂടെ ഒന്ന് സെലക്ട് ചെയ്യുക. നമ്മളുടെ ഓഡിയോ ക്ലിപ്പും ക്യാമറയിലെ ക്ലിപ്പും കൂടെ സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നേരെ സിങ്ക്രണൈസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സിങ്ക്രണൈസിൽ പ്രസ് ചെയ്യുക. 1 മിനിറ്റ് ഒന്ന് തിരിച്ചു പോവുകയാണ്. ഓക്കെ, അതിന് മുമ്പ് ഒരു കാര്യം, നമ്മളിത് എഡിറ്റിംഗ് പാനലിലാണെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. പ്രീമിയർ പ്രോയിൽ പുതിയ പ്രീമിയർ പ്രോയ്ക്കാണെങ്കിൽ ലേണിംഗ്, അസംബ്ലി, കളർ, എഫക്ട്സ്, ഓഡിയോ, ഗ്രാഫിക്സ് എന്നൊക്കെ പറഞ്ഞ ഓരോരോ പാനലുകളുണ്ട്. ഇതിപ്പോൾ കളർ പാനലാണ്, എഫക്ട്സ് പാനലാണ്. അതിലൊന്നും ആകരുത്, നമ്മൾ എഡിറ്റിംഗ് പാനലിലായിരിക്കണം. അതിനുശേഷം മുൻപ് പറഞ്ഞതുപോലെ സെലക്ട് ചെയ്യുക, രണ്ടും കൂടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സിങ്ക്രണൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ താഴെ ഓഡിയോ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. ഓഡിയോ എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ നീല കളർ വരും. പുതിയ പ്രീമിയർ പ്രോയൊക്കെ ആണെങ്കിൽ കേട്ടോ, ചിലപ്പോൾ നീലയ്ക്ക് പകരം വേറെ വൈറ്റൊക്കെ ആയിരിക്കും പഴയ പ്രീമിയർ പ്രോയിൽ വരുന്നത്. എന്നിട്ട് ജസ്റ്റ് ഓക്കെ പ്രസ് ചെയ്യുക. ഓക്കെ, ഞാൻ ഓക്കെ പ്രസ് ചെയ്യാൻ പോവാണ്. ഓക്കെ പ്രസ് ചെയ്തു. നമുക്കിവിടെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നൊരു സംഭവം കാണാം. അതായത് ഈ 2 ഓഡിയോയും കൂടെ മാച്ച് ചെയ്യുകയാണ് പ്രീമിയർ പ്രോ. ഓക്കെ, ഓഡിയോ മാച്ച് ആയിട്ടുണ്ട് ഇപ്പോൾ ഓൾറെഡി. ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. സംസാരം തന്നെയായിരിക്കും ഞാൻ. ഇപ്പോൾ നമ്മുടെ ലിപ്സും ഓഡിയോ ആയിട്ട് സിങ്ക് ആയിട്ടുണ്ട് താഴത്തെ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 1-2 സ്റ്റെപ്പുകളുണ്ട്. ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ എഡിറ്റിംഗ് ചെയ്യാവുള്ളൂ, ബാക്കി എഡിറ്റിംഗ്, അല്ലെങ്കിൽ ഓഡിയോ പിന്നെ മിക്സായി പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സിങ്കായിട്ട് നിൽപ്പുണ്ട് സാധനം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് രണ്ടും കൂടെ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്യുക. അതായത് നമ്മുടെ മേളത്തെ പോർഷനും താഴത്തെ പോർഷനും കട്ട് ചെയ്തൊന്ന് ലെവൽ ചെയ്യുക. എന്നിട്ട് ആവശ്യമില്ലാത്ത ഈ പോർഷൻ ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ മുകളിലത്തെ ഓഡിയോ നമ്മൾ റിമൂവ് ചെയ്യാൻ പോവുകയാണ്. അതായത് ക്യാമറയിലുള്ള ഓഡിയോ നമ്മൾ റിമൂവ് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അൺലിങ്ക് കൊടുക്കുക. ഓക്കെ, അൺലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓഡിയോയും വീഡിയോയും ക്യാമറയിലുള്ള ഓഡിയോയും വീഡിയോയും സെപ്പറേറ്റ് ആവും. ഓക്കെ, നമ്മളിപ്പം അൺലിങ്ക് അല്ല, ലിങ്ക് ആയിട്ടിരിക്കുവാണെങ്കിൽ, ഇപ്പോൾ ലിങ്ക് ആയിട്ടിരിക്കും, 2 ലിങ്ക് ആയിട്ടിരിക്കുവാണെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ പോർഷനിലോ ഓഡിയോയുടെ പോർഷനിലോ പ്രസ് ചെയ്താൽ
രണ്ടും ഹൈലൈറ്റ് ആവും. നമ്മളത് അൺലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയിൽ പ്രസ് ചെയ്താൽ വീഡിയോ മാത്രം ഹൈലൈറ്റ് ആവും, ഓഡിയോയിൽ പ്രസ് ചെയ്താൽ ഓഡിയോ മാത്രം ഹൈലൈറ്റ് ആവും. അപ്പോൾ അതിൻ്റെ അർത്ഥം അത് രണ്ടും അൺലിങ്ക് ആയി എന്നുള്ളതാണ്. എന്നിട്ട് താഴത്തെ ഈ പോർഷൻ, നമ്മുടെ വേണ്ടാത്ത ക്യാമറയ്ക്കുള്ളിലെ ഓഡിയോയുടെ പോർഷൻ ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് ക്യാമറയിലെ വീഡിയോയുടെ പോർഷനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്ത നമ്മളിപ്പോൾ അലൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഓഡിയോയും കൂടെ സെലക്ട് ചെയ്യുക. വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ലിങ്ക് ചെയ്യുക. ഓക്കെ, ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും ലിങ്കായി നമുക്ക് മേലോട്ട് വലിച്ചിടാം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകത്തില്ല. ഇതുകൊണ്ട് അപ്പം ഓഡിയോയിൽ മാത്രം പിടിച്ചു വെച്ചാൽ വീഡിയോയും കൂടെ പോരും, വീഡിയോയിൽ മാത്രം പിടിച്ചു വെച്ചാൽ ഓഡിയോയും കൂടെ പോരും. ഈ രണ്ട് സംഭവം നമുക്ക് ലിങ്കായി. കണ്ടോ, സംഭവം ഓക്കെ. ഇനി കുറച്ചും കൂടെ ഓഡിയോ ബെറ്റർ ആക്കണമെങ്കിൽ നമുക്ക് ചെയ്യുന്നത് ഓഡിയോ ഗെയിൻ കൊടുക്കുക, ഒരു 5 ഒക്കെ കൊടുക്കുക. നമുക്ക് ഓഡിയോ ചെറുതായിട്ട് നിങ്ങൾക്ക് ഇൻക്രീസ് ആവും. നിങ്ങൾക്ക് ഇങ്ങനെയും ഇൻക്രീസ് ചെയ്യാം. ഓഡിയോക്കകത്ത് ആ ചെറിയൊരു ഇതുണ്ടല്ലോ, ഇത് ഇച്ചിരി എക്സ്ട്രാ ആയിട്ടോ. ഈ സംഭവം മുകളിലോട്ട് ഒക്കെ ഇൻക്രീസ് ചെയ്യാം. പക്ഷേ അത് ആദ്യം ചെയ്യാതിരിക്കുക. അതിനെക്കാട്ടും മുൻപായിട്ട് ഓഡിയോ ഗെയിൻ കൊടുത്ത് നമ്മൾ ഇൻക്രീസ് ചെയ്യുക. അതായത് നമ്മുടെ ഈ ഓഡിയോയുടെ ഈ ഒരു വേവ്സ് മേളിൽ ഹിറ്റ് ചെയ്യരുത്, അതിൻ്റെ അടുത്തോട്ട് ഒത്തിരി പോകരുത്. പോയി കഴിഞ്ഞാൽ ഓഡിയോ ഭയങ്കര പറവറപ്പ് വരും. അപ്പം മാക്സിമം നിങ്ങൾക്ക് അങ്ങനെ വലിച്ചെടുക്കാം. അതായിരിക്കും കുറച്ചും കൂടെ ഹൈ ക്വാളിറ്റി കിട്ടുന്നത്. അതിനുശേഷം മാത്രം ഈ സംഭവത്തിൽ വീണ്ടും ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓഡിയോ സിങ്ക് ചെയ്യുന്നത്, ഹൈ ക്വാളിറ്റി ഓഡിയോ നമ്മൾ ചെയ്യുന്നത്. ഇനി ബാക്കി ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഓഡിയോ കൂടെ എനിക്ക് അതിനകത്ത് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ്. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി. വീഡിയോ കണ്ട ആൾക്കാർക്ക് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുപോലെ ഡിസ്കോഡിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ക്യാമറ ഡൗട്ട്സോ ലെൻസ് ഡൗട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ഡിസ്കോഡിൽ ചോദിക്കുന്നതായിരിക്കും നല്ലത്. ഒത്തിരി ആൾക്കാർ പ്രൈവറ്റ് മെസ്സേജ് അയക്കുന്നുണ്ട്, അത് എനിക്ക് റിപ്ലൈ തരാൻ സാധിക്കത്തില്ല മിക്കപ്പോഴും. അതുകൊണ്ട് നിങ്ങൾ ഡിസ്കോഡിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാനല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കെങ്കിലും, നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് 110-120 പേര് ഡിസ്കോഡിലുണ്ട്. എന്തായാലും നിങ്ങൾ നൈക്കോണോ സോണിയോ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കുള്ള അഡ്വൈസും ഹെൽപ്പും ബാക്കിയുള്ള ആൾക്കാരിൽ നിന്ന് കിട്ടും. അപ്പോൾ ഗൈസ് ബൈ. നമുക്ക് ഡിസ്കോഡിൽ കാണാം വരുന്നാൽ, അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.